ആദ്യം കെ എസ് യുവിൻ്റെ പ്രശ്നത്തിലേക്ക് തന്നെ വരാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ആ സംഘടനയ്ക്കകത്ത് നിന്ന് ഏറ്റവും, അല്ലെങ്കിൽ UDF എന്നുള്ള സംവിധാനത്തിനകത്തു നിന്ന് ഉയർന്നിരിക്കുന്ന, കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനത്തിനകത്തു നിന്ന് ഉയർന്നിരിക്കുന്ന വളരെ തുറന്ന ഒരു ഏറ്റുമുട്ടലോ വളരെ അഗ്രസീവായ ഒരു നിലപാടോ ആണ് കെ എസ് യുവിൻ്റേത്. അതിനോടുള്ള വി ഡി സതീശൻ്റെ പ്രതികരണവും അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 2-3 തവണയായി ആ പ്രതികരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിന് ഗൗരവമേറെയുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണം കുറച്ചുകൂടി ജാഗ്രതയോടെ ആകാമായിരുന്നു എന്ന് ആരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഉപദേശിക്കുന്നത്? കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറാണ്. അത് ചെറിയ കാര്യമല്ല. അലോഷ്യസ് സേവ്യർ പറയുന്നത്, അതായത് ഒരു ABVP പ്രവർത്തകനായ RSSൻ്റെയും BJPയുടെയും കൊലപാതക കേസുകളിൽ അടക്കം നിരന്തരം കോടതിയിൽ ഹാജരാകുന്ന ഒരു അഭിഭാഷകനെ ഗവൺമെൻറ് ലീഡറായി നിയമിച്ചിരിക്കുന്നു എന്നതിൽ ഞങ്ങൾക്ക് പരാതിയുണ്ട് എന്നുള്ളതാണ് അവർ ഉന്നയിച്ച ആരോപണം. അത് ഈ ലോ കോളേജ് യൂണിറ്റ് മാത്രമല്ല, കെ എസ് യുവിന് പൊതുവെയുള്ള പരാതിയാണ്, ഈ MLA മാർക്ക് പലർക്കും ഉള്ള പരാതിയാണ്. ഇതെല്ലാം വസ്തുതയായിരിക്കുകയാണ് ഒരൊറ്റയടിക്ക് വി ഡി സതീശനെ ഇതിനെ തള്ളുന്നത്. ആ മറുപടി എന്ന് പറയുന്നത് അത് എല്ലാ കാലത്തും ലൈബ്രറിയിൽ സൂക്ഷിക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ലോ കോളേജ് യൂണിറ്റ് അല്ല ഈ കാര്യം തീരുമാനിക്കുന്നത്, അത് സർക്കാരാണ്, ഞങ്ങളാണ് എന്നുള്ളത് പറഞ്ഞത് വിശദീകരിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനെ കട്ട് ചെയ്യുന്നത്? ഇവരുടെ ഈ മൊത്തം ആരോപണത്തെ റദ്ദ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലോയേഴ്സ് കോൺഗ്രസിൻ്റെ കത്തുതാ എന്ന് പറഞ്ഞ് അതുകൂടെ അവതരിപ്പിക്കുകയാണ്. അതിനകത്ത് പല പ്രശ്നങ്ങളും ഇപ്പോൾ പി രാജീവ് പറയുന്നുണ്ട്. ആ പ്രശ്നം ആ വഴിക്ക് നടക്കട്ടെ. പക്ഷേ ഇതിനകത്തുള്ള ഈ രാഷ്ട്രീയ കൗതുകം എന്ന് പറയുന്നത്, ലോയേഴ്സ് കോൺഗ്രസിനെ വെച്ച് കെ എസ് യുവിനെ ഒറ്റയടിക്ക് വെട്ടി. യഥാർത്ഥത്തിൽ ലോയേഴ്സ് കോൺഗ്രസ് എന്ന് പറയുന്നത് കടലാസിലുള്ള ഒരു സംഘടന എന്ന നിലയ്ക്കാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അവരുടെ കുഴപ്പം കൊണ്ടല്ല, നല്ല തിരക്കുള്ള അഭിഭാഷകരൊക്കെയാണ്. ഈ അഭിഭാഷകർക്കെല്ലാം ഈ നിരന്തരം സംഘടനാ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ആളുകളല്ല. മാത്രമല്ല, എല്ലായ്പ്പോഴും ഇത്തരം സംഘടനകളിൽ സംഭവിക്കുന്നത് മറ്റു പല രാഷ്ട്രീയ സാഹചര്യങ്ങളിലും പ്രവർത്തിക്കുന്നവരൊക്കെ ഈ ഹൈക്കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ ഈ സംഘടനയുമായി ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും അവരുടെ ആ സമയത്ത് കേസുകളുടെ വരുമാനത്തിൻ്റെയും ഒക്കെ മാർഗമടക്കം അന്വേഷിച്ച് ചില സംഘടനകളോട് ചേർന്ന് നിൽക്കുന്ന സമീപനമൊക്കെ അഭിഭാഷകർക്കുണ്ട്. ആ കത്ത് വെച്ച്, അതായത് ഒരു കടലാസിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ കത്ത് വെച്ച് അതിനെ വളരെ സിമ്പിളായിട്ട് തെരുവിൽ തല്ലുകൊള്ളുന്ന ഒരു സംവിധാനത്തെ പ്രതിരോധിച്ചു എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവർ പറയുന്നത് ശരിയാണ്, കെ എസ് യുക്കാരെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ലോ കോളേജ് യൂണിറ്റ് ആണോ ലോയേഴ്സ് കോൺഗ്രസ് ആണോ, അവരിൽ ആരെയാണ് ഗൗരവത്തിലെടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അതിന് 2 തലമുണ്ട്. ഒന്ന്, ഈ പറയുന്ന അതിലെ ഈ തൊഴിലിലെ പ്രാഗൽഭ്യത്തെക്കുറിച്ച് കൂടുതൽ ധാരണയുള്ളത് ലോയേഴ്സ് കോൺഗ്രസ്സിലുള്ളവർക്കായിരിക്കും. പക്ഷേ ഇതിൻ്റെ വൈകാരികമായ ഒരു തലം നിൽക്കുന്നത് തീർച്ചയായും ലോ കോളേജ് യൂണിറ്റിന് തന്നെയാണ്. അവരാണ് തിരുവനന്തപുരത്ത് നിന്ന് തല്ലുകൊള്ളുന്നത്, അവരാണ് കഴിഞ്ഞ 10 വർഷം തുടർച്ചയായി തല്ലുകൊണ്ടുകൊണ്ടിരുന്നത്. അവരുടെ ആ നിലപാടിനും പ്രസക്തിയുണ്ട്. അപ്പോൾ അതിനെ ആദ്യം തന്നെ സംഘടനയ്ക്കകത്തുള്ളത് അങ്ങനെയാണ് വെട്ടിയത്. ഇത് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ മാത്രം സംഭവിക്കുന്നില്ല. ഇപ്പോൾ ലീഗിൽ നേരത്തെ സംഭവിച്ചു. നജ്മ തബ്ഷീറയുടെ ഭർത്താവിനെ ഇതുപോലെ നിയമിക്കുന്ന സാഹചര്യം ഉണ്ടായി. ലീഗിൻ്റെ നോമിനി എന്ന മട്ടിൽ അദ്ദേഹവും ഈ സ്ഥാനത്തേക്ക് വരുമ്പോൾ, ആ നിഷാദ് എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്, ഞാനത് അങ്ങനെയാണ് എൻ്റെ ഓർമ്മ, നജ്മ തബ്ഷീറയുടെ ഭർത്താവ്. അപ്പോൾ അതിനേക്കാൾ യോഗ്യതയുള്ള ഒട്ടേറെ പേർ നിൽക്കുന്നു എന്നുള്ളത് ലീഗിനുള്ളിൽ നിന്ന് ഉയർന്ന ആരോപണമാണ്. അവിടെ ഇതേ പ്രശ്നമുണ്ട്, കോൺഗ്രസ്സിൽ മാത്രമുള്ള പ്രശ്നമല്ല. അതായത് അർഹരെ മാറ്റി നിർത്തിക്കൊണ്ട് അനർഹർ ഇതാ കയറിക്കൂടുന്നു എന്നുള്ള പ്രശ്നം ഈ സംഘടനകൾക്കകത്തുണ്ട്. അത് ഗൗരവത്തിൽ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അതിങ്ങനെ നിസ്സാരമായി തള്ളിക്കളയേണ്ടതാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ അവരുടെ സംഘടനയ്ക്കകത്തുള്ള കാര്യമാണ്, അത് ആ നിലയ്ക്കാണ് അവരത് പരിഹരിക്കാനും പോകുന്നത്. പക്ഷേ ഒരു പ്രതീക്ഷ ഇന്ന് ഇദ്ദേഹം പങ്കുവച്ചു. ആരാണ്? അലോഷ്യസ് സേവ്യർ. അതായത് ഈ വിയോജിപ്പുകളെല്ലാം, കെ എസ് യുവിൻ്റെ വിയോജിപ്പുകളെല്ലാം അദ്ദേഹത്തെ കാണുമ്പോൾ ഞങ്ങൾ അറിയിക്കും എന്നുള്ളത്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അലോഷ്യസ് സേവ്യറിന് വി ഡി സതീശനെ കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതായത് ഈ ജെൻസി കണക്ട് യാത്ര നടത്തി അലോഷ്യസ് സേവ്യർ. അതിൻ്റെ സമാപന ചടങ്ങിൽ വി ഡി സതീശനെ പങ്കെടുപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചതുമാണ്. കാണാൻ ചെന്നപ്പോൾ ആ കാര്യത്തിൽ പരിഗണന കിട്ടിയില്ല, കാണാൻ തന്നെ കൂട്ടാക്കിയില്ല എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അതുമാത്രമല്ല, അതിനുശേഷം സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടേക്കും അലോഷ്യസ് സേവ്യർ എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പരിഗണിക്കപ്പെടാതെ പോയി. ആ അപേക്ഷ വി ഡി സതീശന് മുന്നിൽ വെച്ചതാണ്, നിഷ്കരുണം തള്ളി എന്നുള്ള പരാതി അവിടെയുണ്ട് അവർക്ക്. അപ്പോൾ അതിനുശേഷം ആശ്വസിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്നത്, മാറോട് ചേർത്ത് തിരിച്ചു കൊണ്ടുവന്നത് ആരാണ്? കെ സി വേണുഗോപാൽ. അതായത് രാജി പ്രഖ്യാപിച്ച ആളാണ് അലോഷ്യസ് സേവ്യർ. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ആ വാർത്തയൊക്കെ കൊടുത്ത. അവിടെ നിന്ന് തിരിച്ചു പിടിച്ചു കൊണ്ടുവന്ന കെ സി വേണുഗോപാൽ ആണ് എന്നുള്ളത് ഈ സമയത്ത് നമ്മൾ ഓർക്കണം. അപ്പോൾ
ഈ കാണാൻ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാകും അലോഷ്യസ് സേവ്യറിൽ, അദ്ദേഹത്തിന് എപ്പോൾ കാണാൻ കഴിയും എന്നുള്ളത് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കൗതുകമാണ്. ഇത് ഈ തലത്തിൽ നിൽക്കില്ല എന്നൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാം. കാരണം ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല ഇപ്പോൾ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഒന്ന് MR അജിത് കുമാറിനെ എങ്ങനെയാണ് സർക്കാർ പരിഗണിക്കുന്നത് ഇന്ന് ആ ചോദ്യത്തിനും അദ്ദേഹം രമേശ് ചെന്നിത്തലയെ ചൂണ്ടി ആ മറുപടിയിൽ നിന്ന് അദ്ദേഹം ഒഴിവാകുമായിരുന്നു. MR അജിത് കുമാറിന് കിട്ടുന്ന പരിഗണനയെക്കുറിച്ച് ആലപ്പുഴ MLAക്ക് തന്നെ പരാതിയുണ്ട് നേരിട്ട്. പിന്നെ അദ്ദേഹം കാത്തിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ കാത്തിരിപ്പ് എത്ര നീളം കൂടും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട സംഗതിയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇയാൾ നമ്മളുടെ TP സെൻകുമാർ പഴയ കേസുമൊക്കെ ആയി പോയ ചരിത്രം വേറെ കിടക്കുന്നത് കൊണ്ട് നിന്ന നിപ്പിൽ ഒരു നടപടിയിലേക്കൊന്നും MR അജിത് കുമാറിനെതിരെ കടക്കാൻ കഴിയില്ല എന്നുള്ള പ്രശ്നമൊക്കെയാണ് ഇവർ ആഭ്യന്തരമായി പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നെ ഒന്ന് ഈ ആരാണ് നുണ പറഞ്ഞത് എന്നുള്ള ചോദ്യം ഈ ഇന്നത്തെ വാർത്താ സമ്മേളനം അവശേഷിപ്പിച്ചു. അതായത് സുകുമാരൻ നായരാണോ VD സതീശനാണോ നുണയൻ? ആ കാര്യത്തിൽ സനീഷിന് ഒരു ഉത്തരം പറയാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് സനീഷിൻ്റെ അവസരത്തിലേക്ക് വരുമ്പോൾ. ആരാണ് നുണയൻ? കാരണം ഒറ്റയടിക്ക് NSന്റെ ജനറൽ സെക്രട്ടറി ആരോപിച്ചിരിക്കുന്നത് പച്ച നുണയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ പറഞ്ഞത് എന്നാണ്. കാരണം അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല. ഇദ്ദേഹം വളരെ കോഡിയലായ കമ്മ്യൂണിക്കേഷൻ നടന്നു. ഞാൻ സംസാരിച്ചു, അപ്പോൾ ആ സമയത്ത് കുറേ കാര്യങ്ങൾ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു, നമുക്കത് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു എന്നുള്ളത്. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല എന്ന് ഒറ്റയടിക്ക് സുകുമാരൻ നായർ പറയുകയാണ്. PA വിളിക്കാം അറിയിക്കാം എന്ന് പറഞ്ഞു. PA വിളിച്ചിട്ടില്ല, മന്ത്രിയും വിളിച്ചിട്ടില്ല എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. ഇതിലാരെ വിശ്വസിക്കണം എന്നുള്ള ഒരു പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഞാൻ ആരുടെയും പക്ഷം ചേരാൻ തൽക്കാലം കൂടുന്നില്ല. അത് പ്രേക്ഷകരുടെ ഒരു ആലോചനയ്ക്ക് വിടുക എന്നുള്ളതാണ് തൽക്കാലം. സനീഷിന് ചിലപ്പോൾ അതിനകത്തൊരു അഭിപ്രായം പറയാൻ കഴിഞ്ഞേക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ വേറൊരു കാര്യം, അതിനകത്ത് എനിക്കിന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ കൗതുകം എന്നുള്ളതിനേക്കാൾ എനിക്കൊരു കുറച്ച് അങ്കലാപ്പുണ്ടാക്കിയ ഒരു വിഷയം കൂടെ ഉണ്ടായി. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് വേറൊന്നുമല്ല, ഈ മംഗലാപുരം യാത്രയെക്കുറിച്ച്. അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ നടന്ന VD സതീശൻ്റെ മംഗലാപുരം യാത്രയെക്കുറിച്ച്, തൊട്ടു പിന്നാലെയല്ല കേട്ടോ, ഈ ഫലപ്രഖ്യാപനത്തിന് ശേഷം നടന്ന മംഗലാപുരം യാത്രയെക്കുറിച്ചുള്ള പല ആരോപണങ്ങളും ഉയർന്നിരുന്നു. മാധ്യമങ്ങൾ തന്നെ അത് പല മാധ്യമങ്ങളും അതിനെ പല ആരോപണങ്ങൾ ഉൾച്ചേർത്ത് അത് അവതരിപ്പിച്ചിരുന്നു. അദാനി ബന്ധം എന്നൊക്കെ പറഞ്ഞു, അവിടെ അദാനിയുടെ ആളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല അതിനെക്കുറിച്ചുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണം എന്താണ്? ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് ഇവിടുന്ന് പോയത്. ആരാണ് ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിന് ഈ ലക്ഷങ്ങൾ കൊടുത്തു കൊണ്ടുപോയത്? ഈ സ്വർണ്ണക്കട കേസിലെ, ശബരിമല സ്വർണ്ണ കേസിലെ ചോദ്യം ചെയ്യപ്പെട്ട ആളുമായി എങ്ങനെയാണ് ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്? ഇവർ രണ്ടുപേരും മാത്രമായിരുന്നു യാത്രക്കാർ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം എന്താണ്? ഇങ്ങനെയുള്ള 100 ചോദ്യങ്ങളുള്ളപ്പോൾ ഇന്ന് VD സതീശൻ പറഞ്ഞ ഉത്തരം എന്നെ ശരിക്കും ഞെട്ടിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹത്തിൻ്റെ ദീർഘമായ ഒരു ഉത്തരം പറയുകയാണ്. അതായത് മാധ്യമങ്ങൾക്ക് പിന്നെ ഒരു ബദൽ ചോദ്യം ചോദിക്കാൻ ഒരു അവസരം പോലും ഇല്ലാത്ത മട്ടിൽ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? ഞാൻ 37 വർഷമായി മൂകാംബികയുടെ ഭക്തനാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മൂകാംബികയെ കാണാൻ പോയില്ലെങ്കിൽ അതെന്തൊരു മര്യാദകേടാണ്. ഞാൻ പോയി, അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ ഈ വിശ്വാസം ഉപേക്ഷിക്കണമെന്നാണോ? ഞാൻ മൃദു ഹിന്ദുവായി എന്നാണോ? അപ്പോൾ മൂകാംബികയെ കാണാൻ പാടില്ലേ? ഇവിടെ എവിടെയാണ് മൂകാംബിക? ഇവിടെ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ ആരെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടോ? അത് ശരിയായ ഒരു നിലപാടല്ല. തീർച്ചയായും അദ്ദേഹം ആ ഒരു വികാരത്തെ ഉണർത്തിയ ആ വിഷയത്തിൽ നിന്ന്, ഏത് വികാരത്തെ? ഈ പറഞ്ഞ മൃദു ഹിന്ദുത്വ വികാരത്തെ ഉണർത്തി ആ വിഷയത്തിൽ നിന്ന് തടിതപ്പാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം ഇനി കേൾക്കാം. അതിനകത്ത് സംശയമൊന്നുമില്ല. ആ ആരോപണം ഇനി ഉയരും. കാരണം എന്തിനാണ് അദ്ദേഹം അങ്ങനെ ഒരു മറുപടി പറയേണ്ട സാഹചര്യം എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. കാരണം വിശ്വസിക്കരുതെന്നാണോ? ഞാൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നുള്ളതുകൊണ്ട് ഇനിയിപ്പം എനിക്ക് എൻ്റെ വിശ്വാസം പാലിക്കാൻ പറ്റില്ല എന്നാണോ? ഞാൻ മൃദു ഹിന്ദുവായി എന്നാണോ നിങ്ങൾ ആരോപിക്കുന്നത്? ജീവിക്കുന്ന പത്രക്കാരും പാവങ്ങൾ അവരാരെങ്കിലും ഇതിനെക്കുറിച്ച് ആലോചിക്കുകയോ ചിന്തിക്കുകയോ പോലും ചെയ്തിട്ടില്ല. അവർ സ്തബ്ധരായിപ്പോയി സത്യം പറഞ്ഞാൽ. അങ്ങനെയാണ് ആ ചോദ്യത്തെ അദ്ദേഹം അതിജീവിച്ചത്. അത് ശരിയായില്ല എന്നുള്ള ഉറച്ച അഭിപ്രായം എനിക്കുണ്ട്. ഒരു പക്ഷേ അത് വരും ദിവസങ്ങളിൽ ഈ വിഷയം ഇതെന്തിനിങ്ങനെ ഒരു തൊഴുത്തിൽ കൊണ്ടുചെന്ന് അത് കെട്ടി എന്നുള്ള ചോദ്യം ഉയരുക തന്നെ ചെയ്യും.